പറഞ്ഞത് കേൾക്കണ്ട. നമ്മളിപ്പോ ചാവക്കാട് കടപ്പുറത്താണ് ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. ആ വണ്ടി എങ്ങനെ ഓടിക്കാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഇത് പിടിക്കുമ്പോ അങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നല്ല ഒരു ചൂടുള്ള ഒരു സായാഹ്നമാണ്. തണുപ്പുണ്ട്, വേറെ തിരക്കുണ്ട്. ആൾക്കാരൊക്കെ അത്യാവശ്യം നല്ല ഒരു തിരക്കുള്ള ഒരു സ്ഥലത്ത് കൂടിയാണ്. ഇത് കണ്ടപ്പോൾ നമുക്കൊരു താല്പര്യം തോന്നി. എന്തായാലും ഒരു റൈഡ് നടത്താൻ. ചെറിയ കുട്ടികളല്ല, ഒരു ക്രൈസുള്ള ഒരു കാര്യം കൂടിയാണ്. വെറുതെ കൂടുതൽ ബുദ്ധിമുട്ടില്ല. ഇവിടെ തിരിച്ചാണ് ഇതിന് പുറകില് അവിടെ കണ്ടപ്പോ എന്തൊരു സുഹൃത്തുക്കൾ തകർത്തോട്ടോ പോകുകയാണ്. എങ്കിലും കുഴപ്പമില്ല. കടലൊന്നും നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത ഒരു മഹാ സംഭവമാണ്. നോക്കത്താ ദൂരത്തോളം, കണ്ണെത്താ ദൂരത്തോളം നമ്മൾ എത്ര നോക്കിയാലും, എത്ര പറഞ്ഞാലും, എത്ര തവണ കണ്ടാലും നമുക്ക് വീണ്ടും വീണ്ടും കടല് കാണണം എന്ന് ആഗ്രഹം തോന്നിക്കും. അങ്ങനെയാണ് ഞാനും നമ്മളെല്ലാവരും സ്ഥിരം കാണാറുള്ള ആ ചാവക്കാട് കടലിന്റെ അവിടെയാണ് നിൽക്കുന്നത്. ഞാൻ തന്നെ എത്രയോ തവണ വന്നിട്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴും ആ കടൽ കാണുമ്പോൾ കൊച്ചുകുട്ടിയുടെ ആ കൗതുകത്തോടു കൂടി നോക്കി നിൽക്കുവാൻ ഇന്നും വളരെ മനോഹരമാണ്. കാരണം ബോട്ടുകളൊക്കെ മീൻപിടുത്തം കഴിഞ്ഞ് പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. സമയം 2:30 കഴിഞ്ഞു, 3 മണി. ഭയങ്കര തിരക്കാണ്. പൊതുവെ ഇന്നിപ്പോ ഞായറാഴ്ച ഒന്നല്ല എങ്കിൽ തന്നെയും ഭയങ്കര തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം വയസ്സായിട്ടുള്ള അമ്മമാരായാലും വയസ്സായിട്ടുള്ള പാപ്പന്മാരായാലും ഇപ്പോഴും അവര് കടല് കാണുമ്പോഴുള്ള ആ ഒരു സൗന്ദര്യമുണ്ട്. അത് നമ്മൾ എത്ര കണ്ടാലും അതിന്റെ തിരമാല, അവിടേക്ക് ചെല്ലുന്ന ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു കുട്ടിയുടെ പോലെ ഓടിച്ചെന്ന് ചിപ്പികൾ വാരിയെടുക്കാനും മുത്തുകൾ വാരി ശേഖരിച്ച് നമ്മളെ വീട്ടിലൊക്കെ പറക്കി വെക്കാനും ഉള്ള ഒരു കൗതുകം ഞാൻ തന്നെ നോക്കുമ്പോ ഇതുണ്ട്. അവിടെ നിന്നൊരു കാർമേഘം ഇങ്ങനെ വരുന്നുണ്ട്. വലിയൊരു മഴ പെയ്യാൻ ഉള്ളൊരു ചാൻസ് തോന്നുന്നുണ്ട്. ആ സൈഡിൽ കൂടി ഒരു കപ്പല് പോകുന്നുണ്ട്. അത് ഇവിടുന്ന് വളരെ അകലിൽ നിന്നാണ്. നമുക്കത് സൈറ്റിൽ കാണാൻ തന്നെ പറ്റുന്നുണ്ട്. ആ സൈഡിൽ കൂടിയാണ്. ഇതിലൊക്കെ ബോട്ടുകള് അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും പല വാർത്തകളും കേൾക്കാറുണ്ട്. നമ്മളിപ്പോ ഇതൊക്കെ കാണുമ്പോ എനിക്ക് ഓർമ്മ വന്നത് ഈ അടുത്തുണ്ടായ ആ ഒരു ഡാമിലത്തെ വിഷയമൊക്കെയാണ്. നമ്മൾ നോക്കി നിൽക്കുമ്പോഴാണ് ആ ഒരു 4-5 പേര് ഞാൻ പലപ്പോഴും ആലോചിച്ചു പോയി. അതായത് നമുക്ക് അവരെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. ആരൊക്കെയോ അവിടെ ഒരു വടി വെട്ടിയിട്ടൊക്കെ ഇട്ട് കൊടുക്കാൻ ഇങ്ങനെ നോക്കണ്ടായിരുന്നു. അതായത് അങ്ങനെ നോക്കി നിൽക്കുമ്പോ ഒരു മരണത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ. ഇത് ഓർമ്മ ഒന്നാണ്. പെട്ടെന്ന് ഈ കടലിന്റെ തിര കണ്ടപ്പോ എനിക്ക് ആ സംഭവം ഇങ്ങനെ ഓർത്തു പോയിരുന്നു. ഇതിപ്പോ ഈ വിഷയമെല്ലാം നമ്മൾ വന്നത് ഈ കടലിനെ കുറിച്ചൊന്ന് പറയാനും ഒന്നും കൂടി അതിനെ നമ്മൾ ആസ്വദിക്കാനും കൂടിയാണ്. അപ്പോ ഞങ്ങൾ ഇന്ന് കടൽ എന്ന ആ മഹാ സംഭവം, ദൈവത്തിന്റെ സൃഷ്ടി, അതായത് നമുക്ക് പറയില്ലേ നോക്കത്താതെ ഒരു വേറെ ഒന്നും കാണാനില്ല. ഇപ്പോഴും വേണ്ട ആ, ഫോട്ടോ എടുക്കാനുള്ള ആളുകളുടെ തിരക്കാണ്. കൊച്ചുകുട്ടികള്, വലിയ വലിയ ആളുകള്, ചെറിയ ചെറിയ കുട്ടികള്, എല്ലാവരും
ഈ സൈഡിലൊക്കെ ഇപ്പൊ ഈ സമയമാണ് ഉച്ചക്കും ഇങ്ങനൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് അത്രയും തിരക്കാണ്. അപ്പോ കൂടുതൽ പറയുന്നില്ല, വീണ്ടും വരണം, കാണണം. ചാവക്കാട് മാത്രല്ല, എവിടെയും കടല് കണ്ടു നമ്മളൊരു മനസ്സിനൊരു വിഷമം തോന്നുന്ന സമയത്തോ എപ്പോഴെങ്കിലൊക്കെ വന്ന്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഉല്ലാസം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ എന്തോ ഒരു പ്രത്യേക ഫീൽ അനുഭവപ്പെടാറുണ്ട്. ആ കണ്ണത്താ ദൂരത്തോളം ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ പോലെ. നമ്മളെല്ലാവരും ഓരോന്ന് കാണുന്നത് തന്നെയാണ്, പക്ഷെ നമ്മളതെങ്ങനെ ആസ്വദിക്കുന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത.